ഹായ് മക്കളെ, ബ്രൈറ്റ് അക്കാഡമിയുടെ മറ്റൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മൾ നാളെ +1 ക്രിസ്മസ് എക്സാമിനേഷൻ എഴുതാൻ പോകുന്ന കുട്ടികൾക്ക് വേണ്ടിയുള്ള മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഷുവർ ഷോട്ട് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഓൾറെഡി അതിന്റെ ഒരു പാർട്ട് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഏതൊക്കെ ചാപ്റ്ററാണ് ഡിസ്കസ് ചെയ്തത്? ബേസിക് കൺസെപ്റ്റ് ഓഫ് കെമിസ്ട്രി, സ്ട്രക്ചർ ഓഫ് ആറ്റം, ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെന്റ്സ്, കെമിക്കൽ ബോണ്ടിങ് ആൻഡ് മോളിക്കുലർ സ്ട്രക്ചർ. അപ്പൊ ദാണ്ടെ ഈ വീഡിയോയ്ക്കകത്ത് ബാക്കി റിമൈനിങ് ആയിട്ടുള്ള 3 ചാപ്റ്റേഴ്സിന്റെ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് പറയുകയാണ്. ബ്രീഫായ ഒരു എക്സ്പ്ലനേഷനും തരാം, വൃത്തിയായിട്ട് പഠിച്ചോണേ. ദാണ്ടെ ചാപ്റ്ററിന്റെ പേര് നിങ്ങൾ കാണുന്നുണ്ട്. ചാപ്റ്ററിന്റെ പേര് റിഡോക്സ് റിയാക്ഷൻ എന്നാണ്. മക്കൾ ശ്രദ്ധിക്കുക, റിഡോക്സ് റിയാക്ഷനകത്ത് ഏറ്റവും ആദ്യം നിങ്ങൾ പഠിക്കേണ്ടത് ചെറിയ ചാപ്റ്റർ ആണ് റിഡോക്സ്. ഈസി ആയിട്ട് ആ ചാപ്റ്ററിന്റെ ഫുൾ മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. ആദ്യം നിങ്ങൾ പഠിക്കേണ്ടത് നമ്മളുടെ ഓക്സിഡേഷനെയും റിഡക്ഷനെയും കുറിച്ചുള്ള കൺസെപ്റ്റുകളാണ്. ഓക്സിഡേഷനെയും റിഡക്ഷനെയും കുറിച്ച് 3 കൺസെപ്റ്റുകളാണുള്ളത്. ആദ്യത്തത് ക്ലാസിക്കൽ കൺസെപ്റ്റ് ആണ്, രണ്ടാമത്തത് ഇലക്ട്രോണിക് കൺസെപ്റ്റ് ആണ്, മൂന്നാമത്തത് ഓക്സിഡേഷൻ നമ്പർ കൺസെപ്റ്റ് ആണ്. അപ്പം അതിനകത്ത് ക്ലാസിക്കൽ കൺസെപ്റ്റ് നിങ്ങൾക്കറിയാം, അഡീഷൻ ഓഫ് ഓക്സിജൻ, റിമൂവൽ ഓഫ് ഹൈഡ്രജൻ എന്നൊക്കെ പറഞ്ഞ് പഠിച്ചിട്ടുണ്ട്. എന്നാൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് നിങ്ങൾ പഠിച്ചുകൊണ്ട് പോകേണ്ടത് ഇലക്ട്രോണിക് കൺസെപ്റ്റും ഓക്സിഡേഷൻ നമ്പർ കൺസെപ്റ്റുമാണ്. ഇലക്ട്രോണിക് കൺസെപ്റ്റ് അനുസരിച്ച് ഇലക്ട്രോണിനെ ലൂസ് ചെയ്യുന്ന പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് ഓക്സിഡേഷൻ, ഇലക്ട്രോണിനെ ഗെയിൻ ചെയ്യുന്ന പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് റിഡക്ഷൻ. നമ്മുടെ ഓക്സിഡേഷൻ നമ്പർ കൺസെപ്റ്റ് അല്ലെങ്കിൽ മോഡേൺ കൺസെപ്റ്റ് എന്ന് പറയും. ഓക്സിഡേഷൻ നമ്പർ ഇൻക്രീസ് ചെയ്യുന്ന പ്രോസസ്സാണ് ഓക്സിഡേഷൻ, ഓക്സിഡേഷൻ നമ്പർ ഡിക്രീസ് ചെയ്യുന്ന പ്രോസസ്സാണ് റിഡക്ഷൻ. അത് നിങ്ങൾ വൃത്തിയായിട്ട് പഠിക്കുക. രണ്ടാമത്തത് ഡിറ്റർമിനേഷൻ ഓഫ് ആരാണ്? ഓക്സിഡേഷൻ നമ്പർ ആണ്. ഓക്സിഡേഷൻ നമ്പർ കണ്ടുപിടിക്കുന്ന മെത്തേഡാണ്. അതിന് നമുക്കറിയാം സർട്ടൺ സെറ്റ് ഓഫ് റൂൾസ് ഉണ്ട്. ഓർമ്മയുണ്ടല്ലോ, ഹൈഡ്രജന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് +1 ആണ്, ഹൈഡ്രൈഡിനകത്ത് -1 ആണ്, അതേപോലെ ഓക്സിജന്റേത് -2 ആണ്, പെറോക്സൈഡിനകത്ത് -1 ആണ് എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അങ്ങനെ സർട്ടൺ സെറ്റ് ഓഫ് റൂൾസ് വെച്ച് ഓക്സിഡേഷൻ നമ്പർ കണ്ടുപിടിക്കുന്നത് പഠിച്ചോണം. അതൊരു ചോദ്യമായിട്ട് ചോദിക്കും. ഏതെങ്കിലും ഒരാളെ നിങ്ങൾക്ക് തന്നിട്ട് ഫോർ എക്സാമ്പിൾ വേണമെങ്കിൽ ഇപ്പൊ പറയാം. എന്താണ്ട് എല്ലാവരും തെറ്റിക്കുന്ന ഒരു സാധനം പറയാം. നോക്കിക്കോളൂ, K2Cr2O7. ഇതാണ്ടേ, ഇതിനകത്ത് നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ഇങ്ങനെ അണ്ടർലൈൻ വരും. അണ്ടർലൈൻ ചെയ്ത ആളുടെ ഓക്സിഡേഷൻ നമ്പർ കണ്ടുപിടിക്കാൻ പറയും. അപ്പൊ ക്രോമിയത്തിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അയാളെ എന്ത് വിളിക്കുക? X എന്ന് വിളിക്കുക. തുഞ്ചത്ത് നോക്കി 2 കിടക്കുന്നു, അപ്പൊ 2x എന്ന് വിളിക്കണം. ശരിയല്ലേ? എന്നിട്ട് നിങ്ങൾ ആ വിളിച്ച ആളുടെ ലെഫ്റ്റിലും റൈറ്റിലും നോക്കുന്നു, ആൾക്കാരെ കാണുന്നുണ്ട്. സോ എന്തടിക്കുക? പ്ലസ് അടിക്കുക. ഓർമ്മയുണ്ടല്ലോ. ഇനി നോക്കൂ, പൊട്ടാസ്യം ആണ്. ലെഫ്റ്റിൽ കിടക്കുന്ന ആള് പൊട്ടാസ്യം ആണ്. പൊട്ടാസ്യത്തിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആൽക്കലി മെറ്റൽ ആണ്. 1 ശരിയല്ലയോടാ? ഓക്സിജൻ 0 ഇടുക. അപ്പൊ ഇത് സോൾവ് ചെയ്യുന്ന സമയത്ത് എല്ലാവർക്കും അറിയാം X +6 ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ്. ഇതേപോലെ ഓക്സിഡേഷൻ നമ്പർ കണ്ടുപിടിക്കുന്നത് പഠിച്ചോണം. അടുത്തത് പഠിച്ചുകൊണ്ട് പോണം, മറക്കരുത്, ഇമ്പോർട്ടന്റ് ആണ്, എപ്പോഴും ചോദിക്കുന്നതാണ് സ്റ്റോക്ക് നൊട്ടേഷൻ. എന്തുവാ മക്കളെ സ്റ്റോക്ക് നൊട്ടേഷൻ എന്ന് പറഞ്ഞാൽ? എന്തുവാ സ്റ്റോക്ക് നൊട്ടേഷൻ എന്ന് പറഞ്ഞാൽ? സംശയം ഉണ്ടോ? സ്റ്റോക്ക് നൊട്ടേഷൻ ദാണ്ട് സിമ്പിൾ ആയിട്ട് പറഞ്ഞു തരാൻ പിടിച്ചോ. ദാണ്ടെ സിമ്പിൾ ആയിട്ട് പറഞ്ഞു തരാൻ പിടിച്ചോ. ദാണ്ടെ ഞാൻ ഒരാളെ എഴുതുന്നു, SnCl2. ഇയാളുടെ സ്റ്റോക്ക് നൊട്ടേഷൻ എഴുതാൻ ചോദിച്ചാ മക്കൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. SN ആണ്, SN-ന്റെ X എന്ന് വിളിക്കുക. പ്ലസ് ക്ലോറിൻ ഹാലജൻ ആണ്. ഹാലജന്റെ കോമൺ ഓക്സിഡേഷൻ സ്റ്റേറ്റ് -1 ആണെന്ന് എല്ലാ പിള്ളേർക്കും അറിയാം. -1 × 2 = ആരാടാ പിള്ളാരെ? 0 ആണ്. ദാറ്റ് ഈസ് X ആരെന്ന് എഴുതിക്കോണം? X ആരെന്ന് എഴുതിക്കോണം? +2 എന്ന് എഴുതിക്കോണം. ശരിയല്ലേ? എന്നിട്ട് ഇയാളുടെ സ്റ്റോക്ക് നൊട്ടേഷൻ നിങ്ങളോട് ചോദിച്ചാൽ മെറ്റലിനെ എഴുതിയതിനു ശേഷം ഒരു പരാന്തസിസ് ബ്രാക്കറ്റ് ഇടുക. ആ പരാന്തസിസ് ബ്രാക്കറ്റിനകത്ത് ആ മെറ്റലിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് റെപ്രസെന്റ് ചെയ്യുന്നു. മിച്ചമുള്ള ആളെ നിങ്ങൾ എടുത്തെഴുതുന്നു. എങ്കിൽ ഞാനിപ്പോൾ എഴുതി വെച്ചിട്ടുള്ള ഈ റെപ്രസെന്റേഷനെ വിളിക്കുന്ന പേരാണ് സ്റ്റോക്ക് നൊട്ടേഷൻ. അപ്പൊ എന്തോ സ്റ്റോക്ക് നൊട്ടേഷൻ എന്ന് പറഞ്ഞാൽ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കണ്ടുപിടിക്കണം. ആരുടേത്? മെറ്റലിൻ്റെത്. ശേഷം എന്തോ ചെയ്യണം? ആ മെറ്റലിനെ എഴുതിയതിനു ശേഷം അയാളുടെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് പരാന്തസിസ് ബ്രാക്കറ്റിനകത്ത് റോമൻ ന്യൂമറൽസിനകത്ത് എഴുതുക. മിച്ചമുള്ള ആളെ അങ്ങോട്ട് എഴുതി വെക്കുക. എങ്കിൽ ഈ റെപ്രസെന്റേഷന്റെ പേരാണ് സ്റ്റോക്ക് നൊട്ടേഷൻ. ഒരെണ്ണം കൂടെ പറയട്ടെ, കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഒരെണ്ണം കൂടെ പറയാം. എന്താ?
AuCl3 നോക്കൂ, ഇവിടെയും സെയിം കോൺസെപ്റ്റ് തന്നെ. നോക്കൂ, AUന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് പറ, X ആണ് കണ്ടുപിടിക്കണം, പ്ലസ് Cl-ന്റേത് -1 ആണ്, ഇൻറ്റു 3 ഈസ് ഈക്വൽ ടു ആരാണടാ പിള്ളാരെ? 0 ആണ്. ദാറ്റ് ഈസ് സോൾവ് ചെയ്ത് പറ, X ഈസ് ഈക്വൽ ടു എന്തോ കിട്ടുവടാ മക്കളെ? +3 കിട്ടും. ശരിയല്ലയോ? അങ്ങനാണെങ്കിൽ ദാ സിമ്പിൾ പരിപാടി കഴിഞ്ഞു. മെറ്റൽ AU ആണ്, ശേഷം അയാളുടെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് റെപ്രസെന്റ് ചെയ്യുക, മിച്ചമുള്ള ആളെ അതേപോലെ എഴുതിയതാ, ആ 3 അതേപോലെ കൊടുത്തു എങ്കിൽ ഇതിനെ വിളിക്കുന്ന പേരാണ് സ്റ്റോക്ക് നൊട്ടേഷൻ. പഠിച്ചോണം. അടുത്തത് ടൈപ്സ് ഓഫ് റിഡോക്സ് റിയാക്ഷൻ ആണ്. റിഡോക്സ് റിയാക്ഷൻ എത്ര ടൈപ്പ് ഉണ്ട് എന്ന് നിങ്ങൾക്കറിയാം. കോമ്പിനേഷൻ റിഡോക്സ് റിയാക്ഷൻ ഉണ്ട്, ഡീകമ്പോസിഷൻ റിഡോക്സ് റിയാക്ഷൻ ഉണ്ട്, ഡിസ്പ്രപ്പോർഷനേഷൻ റിഡോക്സ് റിയാക്ഷൻ ഉണ്ട്, ഡിസ്പ്ലേസ്മെന്റ് റിഡോക്സ് റിയാക്ഷൻ ഉണ്ട്. ഡിസ്പ്ലേസ്മെന്റിനകത്ത് തന്നെ മെറ്റൽ ഡിസ്പ്ലേസ്മെന്റും ഉണ്ട്, നോൺ മെറ്റൽ ഡിസ്പ്ലേസ്മെന്റും ഉണ്ട്. ആ ഭാഗങ്ങളെല്ലാം കൃത്യമായിട്ട് പഠിച്ചോണം. റിഡോക്സ് റിയാക്ഷൻ തന്നിട്ട് ചോദിക്കും ഏത് ടൈപ്പ് ആണെന്ന് ചോദിക്കും. അപ്പൊ അത് കൃത്യമായിട്ട് പഠിക്കണം. അതേപോലെ ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുത്ത് പോയിക്കോണം, ഡിസ്പ്രപ്പോർഷനേഷൻ ചോദിക്കാനുള്ള സാധ്യത കൂടുതലാണ്, എപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. ആ സാധനവും കൂടെ വൃത്തിയായിട്ടൊന്ന് നോക്കണേ. ടൈപ്സ് ഓഫ് റിഡോക്സ് റിയാക്ഷൻ. അടുത്തത് ബാലൻസിങ്. ഇല്ലാതെ ക്വസ്റ്റ്യൻ പേപ്പർ വിപണിയിൽ ഇറങ്ങത്തില്ല, ഇല്ലാതെ ക്വസ്റ്റ്യൻ പേപ്പർ ടൈപ്പ് ചെയ്യാൻ അവർക്കാവത്തില്ല. ബാലൻസിങ് ഓഫ് റിഡോക്സ് റിയാക്ഷൻ പഠിച്ചോണം. രണ്ട് രീതിയിൽ ബാലൻസ് ചെയ്യാൻ പറ്റും. ഏതൊക്കെയാണ്? ഓക്സിഡേഷൻ നമ്പർ മെത്തേഡും ഉണ്ട്, ഹാഫ് റിയാക്ഷൻ മെത്തേഡും ഉണ്ട്. ഏതെങ്കിലും, അതായത് ക്വസ്റ്റ്യനകത്ത് എടുത്തവര് പറയുന്നില്ല എങ്കിൽ, ഇന്ന മെത്തേഡിൽ ബാലൻസ് ചെയ്യുമെന്ന് എടുത്തവര് പറയുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള മെത്തേഡിൽ ബാലൻസ് ചെയ്യാം. അല്ലെങ്കിൽ അവർ ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് എടുത്ത് പറയും ഇന്ന മെത്തേഡിൽ ബാലൻസ് ചെയ്യുന്നു എന്ന് പറയും. അങ്ങനെയാണെങ്കിൽ ആ മെത്തേഡിൽ തന്നെ ബാലൻസ് ചെയ്തേ പറ്റൂ. രണ്ട് മീഡിയം ഉണ്ടറിയാം, മലയാളം മീഡിയം, ഇംഗ്ലീഷ് മീഡിയം ആണോ? അല്ല. ഏതൊക്കെ മീഡിയമാണ്? അസിഡിക് മീഡിയം, ബേസിക് മീഡിയം. അസിഡിക് മീഡിയത്തിന് ഒരു ടൈപ്പ് റൂളാണ് ഫോളോ ചെയ്യുന്നത്, ബേസിക് മീഡിയത്തിന് വേറൊരു ടൈപ്പാണ് ഫോളോ ചെയ്യുന്നത്. അത് കൃത്യമായിട്ട് എന്ത് ചെയ്യുക? പഠിച്ചോളുക. ശേഷം ഒരു ലീസ്റ്റ് ഇമ്പോർട്ടന്റ് ടോപ്പിക് ആണ് ഇലക്ട്രോ കെമിക്കൽ സെല്ല്. ഇലക്ട്രോ കെമിക്കൽ സെല്ല് 10ാം ക്ലാസ്സിലൊക്കെ പഠിച്ചതാണ്, സാധാരണ അങ്ങനെ ചോദിച്ച് കണ്ടിട്ടില്ല. എങ്കിലും ജസ്റ്റ് ആ ഭാഗം ഒന്ന് നോക്കിക്കൊണ്ട് പോകാനുള്ള മനസ്സ് നിങ്ങൾ കാണിക്കണം. അപ്പൊ ഇത്രയാണ് റിഡോക്സ് റിയാക്ഷനകത്തുനിന്ന് എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂവിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന ക്വസ്റ്റ്യൻസ്. ക്ലിയർ ആണല്ലോ? യെസ്. അങ്ങനെയാണെങ്കിൽ ദാ അടുത്തത് കില്ലാടി ചാപ്റ്റർ ആണ്. ഫിസിക്കൽ കെമിസ്ട്രി പഠിക്കുന്ന കുട്ടികൾക്ക് അറിയാം ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചാപ്റ്ററുകളിൽ ഒന്നാണ് ഇക്വിലിബ്രിയം. ഇക്വിലിബ്രിയത്തിനകത്ത് ഏതൊക്കെ ക്വസ്റ്റ്യൻസ് നോക്കിക്കൊണ്ട് പോകേണ്ടത്? ഞാൻ ഈ ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പ്ലനേഷൻ പറഞ്ഞാൽ ക്രമാതീതമായിട്ട് വീഡിയോയുടെ ലെങ്ത് കൂടിപ്പോ, അതുകൊണ്ട് ക്വസ്റ്റ്യൻ മാത്രം പരിചയപ്പെടുത്താം. നിങ്ങൾ അത് പഠിക്കുക. ഞാൻ ഈ പറയുന്ന ക്വസ്റ്റ്യൻസിനകത്ത് ഏതെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മുടെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിന്റെ ലിങ്കിനകത്ത് ജോയിൻ ചെയ്തിട്ട് നിങ്ങൾ മെസ്സേജ് അയച്ചാൽ ഞാൻ അതിന്റെ ഓഡിയോ ആയിട്ടോ അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും നിങ്ങൾക്ക് അത് പറഞ്ഞുതരാം. സാർ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് മാത്രമാണ് പറയുന്നത്. മക്കളെ, ഏതെങ്കിലും ഒരു റിയാക്ഷൻ തന്നിട്ട് KPയും KCയും എഴുതാനായിട്ട് ചോദിക്കും. ജസ്റ്റ് ഒന്ന് പറഞ്ഞേക്കാവേ, ജസ്റ്റ് ഒന്ന് പറഞ്ഞേക്കാം. എങ്ങനെയാ? AA പ്ലസ് BB gives റിവേഴ്സിബിളി gives CC പ്ലസ് DD. എങ്ങനെയാ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് എഴുതുന്നത്? P ആണെങ്കിൽ ഇൻ ടേംസ് ഓഫ് പ്രഷർ ആണ്, KC ആണെങ്കിൽ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ഇൻ ടേംസ് ഓഫ് കോൺസെൻട്രേഷൻ ആണ്. എഴുതാനുള്ള മലയാളം പ്രോഡക്റ്റിന്റെ സൈഡ് ഡിവൈഡഡ് ബൈ റിയാക്ടന്റിന്റെ സൈഡ് ലെഫ്റ്റിൽ കിടക്കുന്ന സാധനം പവർ. എങ്ങനെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് എഴുതേണ്ടത്? പ്രോഡക്റ്റിന്റെ കോൺസെൻട്രേഷൻ ഡിവൈഡഡ് ബൈ റിയാക്ടന്റിന്റെ കോൺസെൻട്രേഷൻ, ലെഫ്റ്റിൽ കിടക്കുന്ന സാധനം പവർ. ദാണ്ടേ ഈ സാധനത്തിൻ്റെത് സാർ ഒന്ന് പറയാം. ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് K എന്ന് എഴുതി. ഇൻ ടേംസ് ഓഫ് കോൺസെൻട്രേഷൻ ആണെങ്കിൽ C ഇടുക. ഈസ് ഈക്വൽ ടു എന്തുവാ ഞാൻ പറഞ്ഞത്? പ്രോഡക്റ്റിന്റെ സൈഡ് ഡിവൈഡഡ് ബൈ റിയാക്ടന്റിന്റെ സൈഡ്, ലെഫ്റ്റിൽ കിടക്കുന്ന സാധനം പവർ. എന്തുവാ പ്രൊഡക്റ്റിന്റെ സൈഡിലുള്ളത്? സിയും ഡിയുമാണ്. എന്തിനാ സ്ക്വയർ ബ്രാക്കറ്റ് വരച്ചത്? കെമിസ്ട്രിയിൽ എവിടെ സ്ക്വയർ ബ്രാക്കറ്റ് കണ്ടാലും അത് കോൺസെൻട്രേഷൻ ആണ്. ദ കോൺസെൻട്രേഷൻ ഓഫ് C into concentration of D divided by വേഗം പറ concentration of A into concentration of R എന്ന് എഴുതിക്കൊള്ളുക, B എന്ന് എഴുതിക്കൊള്ളുക. അപ്പൊ പ്രോഡക്റ്റിന്റെ ഡിവൈഡഡ് ബൈ റിയാക്ടന്റിന്റെതായി ഓരോരുത്തരുടെയും ലെഫ്റ്റിൽ കിടക്കുന്ന സാധനം പവർ ആയി കൊടുക്കുക. ഓക്കെ ആണല്ലോ?
ഇങ്ങനെയാണ് ആരുടെ എക്സ്പ്രഷൻ എഴുതുക? ഇക്വിലിബ്രിയം കോൺസ്റ്റന്റിന്റെ എക്സ്പ്രഷൻ എഴുതുക. മറക്കരുത്, ഇതേ സ്ഥാനത്ത് നിങ്ങൾ പ്രഷർ എഴുതിയാൽ ആരായി? Kp ആയി. മറക്കരുത്, മറക്കരുത്, മറക്കരുത്. അടുത്തത് ആരാണ്? റിലേഷൻ ബിറ്റ്വീൻ Kp ആൻഡ് Kc ആണ്. മറക്കല്ലേ, ഡെറിവേഷൻ ആയിട്ട് ചോദിക്കും ചിലപ്പോ. ഡിറൈവ് ആൻഡ് എക്സ്പ്രഷൻ ബിറ്റ്വീൻ Kp ആൻഡ് Kc ഡെറിവേഷൻ പഠിക്കാമെങ്കിൽ വൃത്തിയായിട്ട് പഠിക്കുക. അറ്റ്ലീസ്റ്റ് ഇക്വേഷൻ എങ്കിലും പഠിക്കാതെ പോകരുത്. എന്തുവാണ്? Kp is equal to Kc into വേഗം പറ RT raised to ആരാണടാ പിള്ളാരെ? ഡെൽറ്റ n ആണ്. മറക്കല്ലേ, പ്രോബ്ലവും ചോദിക്കും, പ്രോബ്ലവും പഠിച്ചോണം. പല കുട്ടികൾക്കും സംശയമാണ് ഡെൽറ്റ n എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? നിന്നാ പിടിച്ചോ. പ്രോഡക്ട്സ് മനസ്സിലായിക്കോണം, ഗേഷ്യസ് ആയിരിക്കണം. നമ്പർ ഓഫ് മോൾസ് ഓഫ് ഗേഷ്യസ് പ്രോഡക്ട്സ് മോൾസ് ഓഫ് number of reactants പഠിച്ചു പോ. What is the relationship between Kp and Kc? രണ്ട് ടൈപ്പിൽ ക്വസ്റ്റ്യൻ ചോദിക്കാം. ഒന്ന് ഡെറിവേഷൻ ചോദിക്കാം, അല്ലെങ്കിൽ ഇക്വേഷൻ ആയിട്ട് ചോദിച്ചിട്ട് പ്രോബ്ലം ചോദിക്കാം. എല്ലാ വാല്യൂസും പ്രൊവൈഡഡ് ആയിരിക്കും. Kp is equal to Kc into RT raised to delta n. ഡെൽറ്റ n എങ്ങനെ കണ്ടുപിടിക്കേണ്ടത്? ഡെൽറ്റ n കണ്ടുപിടിക്കേണ്ടത് ഡെൽറ്റ n is equal to number of moles of gaseous products A minus number of moles of ആരാണ്? gaseous reactants ആണ്. മറക്കല്ലേ, മറക്കല്ലേ. അടുത്തതാണ് ലേഷാഡ്ലിയർ പ്രിൻസിപ്പിൾ. ലേഷാഡ്ലിയർ പ്രിൻസിപ്പിൾ നിങ്ങൾക്കറിയാം. ഇക്വിലിബ്രിയത്തിൽ ഇരിക്കുന്ന ഒരു സിസ്റ്റത്തിലേക്ക് കോൺസെൻട്രേഷനിലോ ടെമ്പറേച്ചറിലോ പ്രഷറിലോ എന്തെങ്കിലും ചേഞ്ച് വരുത്തിയാൽ ആ സിസ്റ്റത്തിന്റെ ഇക്വിലിബ്രിയം നഷ്ടപ്പെടും. അയ്യോ എന്റെ ഇക്വിലിബ്രിയം പോയേ, അയ്യോ എന്റെ ഇക്വിലിബ്രിയം പോയേ എന്ന് പറഞ്ഞ സിസ്റ്റം എന്ത് ചെയ്യത്തില്ല? കരയത്തില്ല. സെൽഫായി എന്ത് ചെയ്യും? ഒരു റീഅഡ്ജസ്റ്റ്മെന്റ് നടത്തി പുതിയ ഇക്വിലിബ്രിയത്തിലേക്ക് വരും. ഇതിന്റെ പേരാണ് ലേഷാഡ്ലിയർ പ്രിൻസിപ്പിൾ. അവിടെ ഇഫക്റ്റ് ഓഫ് കോൺസെൻട്രേഷൻ പഠിക്കണം, ഇഫക്റ്റ് ഓഫ് ടെമ്പറേച്ചർ പഠിക്കണം, ഇഫക്റ്റ് ഓഫ് പ്രഷർ പഠിക്കണം. ഇത് ഓൾറെഡി നിങ്ങൾ 10ാം ക്ലാസ്സിൽ പഠിച്ച അതേ സാധനം തന്നെയാണ്. സോ അവിടെ ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ പറയുന്നില്ല. ആ സാധനം കൃത്യമായിട്ട് നോക്കിക്കൊണ്ട് പോകണം. അതേപോലെ അവിടെ കുട്ടികൾ സ്കിപ്പ് ചെയ്യുന്ന ഒരു സാധനം പറയാം. ഇഫക്റ്റ് ഓഫ് കാറ്റലിസ്റ്റ് പഠിക്കാതെ പോകും, ശ്രദ്ധിച്ചോണേ. ഇഫക്റ്റ് ഓഫ് കാറ്റലിസ്റ്റ് പഠിക്കാതെ പോകും, ശ്രദ്ധിച്ചോണേ. ഇഫക്റ്റ് ഓഫ് കാറ്റലിസ്റ്റ് പരീക്ഷയ്ക്ക് നിങ്ങളെ കൊടുക്കാനായിട്ട് ചോദിക്കാം. ഇക്വിലിബ്രിയത്തിൽ ഇരിക്കുന്ന സിസ്റ്റത്തിലേക്ക് കാറ്റലിസ്റ്റ് ആഡ് ചെയ്താൽ എന്തോ സംഭവിക്കാം? നിങ്ങൾ പറഞ്ഞോണം, ഒരു പുല്ലും സംഭവിക്കത്തില്ല. പറഞ്ഞോളെ നോ ഇഫക്റ്റ് എന്ന് പറഞ്ഞോണം, നോ ഇഫക്റ്റ്. അതേപോലെ ക്വസ്റ്റ്യൻ കുറച്ചുകൂടെ കോംപ്ലിക്കേറ്റഡ് ആണെങ്കിൽ ചോദിക്കും അഡീഷൻ ഓഫ് ഇനർട്ട് ഗ്യാസ് ചോദിക്കും. അത് പഠിച്ചോണേ. അഡീഷൻ ഓഫ് ഇനർട്ട് ഗ്യാസ് ചോദിക്കും. അഡീഷൻ ഓഫ് ഇനർട്ട് ഗ്യാസ് രണ്ട് കണ്ടീഷനിൽ ചോദിക്കാം. അറ്റ് കോൺസ്റ്റന്റ് വോളിയം ചോദിക്കും. ഞാൻ ഒന്നുകൂടെ പറയാം. അറ്റ് ഇഫക്റ്റ് ഓഫ് ലേഷാഡ്ലിയർ പ്രിൻസിപ്പിളും അതിന്റെ ഇഫക്റ്റ് ഓഫ് ആരൊക്കെ ചോദിക്കാം? കോൺസെൻട്രേഷൻ ചോദിക്കാം, ടെമ്പറേച്ചർ ചോദിക്കാം, പ്രഷർ ചോദിക്കാം. ഇത് മൂന്നും എവിടെ പഠിച്ചതാ? ചെറിയ ക്ലാസ്സിൽ പഠിച്ച അതേ സാധനങ്ങൾ തന്നെ. ഇനി ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടില്ലെങ്കിൽ, ഇപ്പൊ CBSE കുട്ടികൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടില്ലെങ്കിൽ അതൊന്ന് ജസ്റ്റ് നോക്കിക്കൊണ്ട് പോകണം. ഇപ്പൊ നിങ്ങളെ ഈ പഠിച്ച സാധനം കൊണ്ട് എനിക്ക് ക്ലാസ്സിനകത്ത് ഡീറ്റെയിൽഡ് ആയിട്ട് എല്ലാം പറയാൻ പറ്റത്തില്ല. ഞാൻ നിങ്ങളെ ക്വിക്കായിട്ട് എല്ലാം ഒന്ന് പഠിപ്പിച്ചു വിടുകയാണ്. അപ്പൊ ആ സാധനം കൃത്യമായിട്ട് നോക്കണം. പിന്നെ ചോദിക്കാൻ സാധ്യതയുള്ളത് ഏതാ? ഏതാണ്? ഇഫക്റ്റ് ഓഫ് കാറ്റലിസ്റ്റ് ചോദിക്കാം. എന്തുവാണ് കാറ്റലിസ്റ്റിന്റെ റോൾ എന്ന് ചോദിക്കാം. പെട്ടെന്ന് സിസ്റ്റത്തിനെ ഇക്വിലിബ്രിയത്തിലേക്ക് കൊണ്ടുവരും. ഇക്വിലിബ്രിയം എത്തിക്കഴിഞ്ഞിട്ട് ആഡ് ചെയ്താൽ എന്തോ സംഭവിക്കും എന്ന് ചോദിച്ചാൽ നോ ഇഫക്റ്റ് ആണ്. പിന്നെ നിങ്ങളെ കൊടുക്കാൻ പറ്റുന്ന 1 മാർക്കിന്റെ ചോദ്യമാണ് അഡീഷൻ ഓഫ് ഇനർട്ട് ഗ്യാസ്. രണ്ട് കണ്ടീഷൻ ഉണ്ട്. അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ ചോദിച്ചാൽ ഇതാണ്. ഇതങ്ങോട്ട് ഷിഫ്റ്റഡ് ടുവേർഡ്സ് ഹയർ നമ്പർ ഓഫ് മോൾസ്. ഷിഫ്റ്റഡ് ടുവേർഡ്സ് ഹയർ നമ്പർ ഓഫ് മോൾസ്. ഇത് രണ്ടും കൃത്യമായിട്ട് എന്ത് ചെയ്യുക?
പഠിച്ചോളുക. മക്കളെ ലേഷറിലെ പ്രിൻസിപ്പിളിൽ ഞാൻ പറഞ്ഞ അത്രയും വൃത്തിയായിട്ട് പഠിക്കാം. ഓക്കെ ആണേ. അടുത്തതാണ് ആസിഡ് ബേസ് കൺസെപ്റ്റ്. ആസിഡ് ബേസ് കൺസെപ്റ്റ് 3 എണ്ണം ഉണ്ട്. ഏതൊക്കെയാണ്? നമ്മുടെ അറീനിയസ് കൺസെപ്റ്റ്, ബ്രോൺസ്റ്റഡ് ലൗറി കോൺസെപ്റ്റ്, ലൂയിസ് കോൺസെപ്റ്റ്. അതിന്റെ എല്ലാം വിത്ത് എക്സാമ്പിൾ പഠിച്ചോണം. തന്നിട്ടായിരിക്കും പരീക്ഷയ്ക്ക് ചോദിക്കുന്നത്. അതേപോലെ ബ്രോൺസ്റ്റഡ് ലൗറി എഴുതുന്ന സമയത്ത് ഒരു കാര്യം കൂടെ ഉറപ്പിച്ചോണം. കോഞ്ചുഗേറ്റ് ആസിഡ് കോഞ്ചുഗേറ്റ് ബേസ് എഴുതുന്നത് നോക്കിക്കോണം കേട്ടോ. മറക്കരുത്. കോഞ്ചുഗേറ്റ് ആസിഡ് കോഞ്ചുഗേറ്റ് ബേസ് എഴുതാൻ ഏതെങ്കിലും ഒരാളെ തന്നിട്ട് കോഞ്ചുഗേറ്റ് ആസിഡ് എഴുതാനായിട്ട് ചോദിക്കും, അതേപോലെ കോഞ്ചുഗേറ്റ് ബേസ് എഴുതാനായിട്ട് ചോദിക്കും. അത് കൃത്യമായിട്ട് പഠിക്കണം. അപ്പൊ ആസിഡ് ബേസ് കൺസെപ്റ്റ് ആയിട്ട് ചോദിക്കും, എക്സാമ്പിൾ തന്നിട്ട് ചോദിക്കും. കോഞ്ചുഗേറ്റ് ആസിഡ് കോഞ്ചുഗേറ്റ് ബേസ് മറക്കരുത്. അടുത്തത് pH ആണ്. അതിന്റെ പ്രോബ്ലം ആണ്. മറക്കല്ലേ. pH പഠിച്ചോണേ. pH പഠിച്ചോണേ. പൊട്ടൻഷ്യൽ ഓഫ് ഹൈഡ്രജൻ ആണ്. എന്താണ്? നെഗറ്റീവ് ലോഗരിതം ഓഫ് കോൺസെൻട്രേഷൻ ഓഫ് H+ ആണ്. ജസ്റ്റ് ഒന്ന് പറഞ്ഞേക്കാം. pH is equal to minus log കോൺസെൻട്രേഷൻ ഓഫ് ആരാണ്? H+ ആണ്. pHന്റെ പ്രോബ്ലം ആയിരിക്കും ചോദിക്കുക. H+ന്റെ കോൺസെൻട്രേഷൻ തരും, എന്നിട്ട് pH കാണാനായിട്ട് ചോദിക്കും. അവിടെ തന്നെ H2SO4 തരും. അപ്പം തന്നിട്ടുള്ള H+ന്റെ കോൺസെൻട്രേഷനെ 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാനായിട്ട് മറക്കരുത്. അതേപോലെ അവിടെ ചോദിക്കുന്ന വേറൊരു ചോദ്യം പറയാം. pH അങ്ങ് തന്നിട്ട് നിങ്ങളോട് ആരെ ചോദിക്കും? H+ന്റെ കോൺസെൻട്രേഷൻ ചോദിക്കും. 2 ക്വസ്റ്റ്യൻ. H+ന്റെ കോൺസെൻട്രേഷൻ തന്ന് pH ചോദിച്ചാൽ pH is equal to minus log കോൺസെൻട്രേഷൻ ഓഫ് H+ ആണ്. അവിടെ H2SO4 ആണ് തരുന്നതെങ്കിൽ ആ തന്നിട്ടുള്ള H+ന്റെ കോൺസെൻട്രേഷനെ 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാൻ മറക്കരുത്. 2 ആരെ തരും? pH തരും. എന്നിട്ട് ആരെ കാണാൻ ചോദിക്കും? H+ന്റെ കോൺസെൻട്രേഷൻ കാണാൻ ചോദിക്കും. അപ്പൊ നിങ്ങൾ ആന്റി ലോഗ് എടുക്കണം കേട്ടോ. ആന്റി ലോഗ് കാൽക്കുലേറ്ററിനകത്ത് എടുക്കാൻ നിങ്ങൾക്കറിയാം. അത് നിങ്ങൾ കൃത്യമായിട്ട് ചെയ്ത് പഠിച്ചോണം. അതേപോലെ അടുത്തത് പഠിക്കേണ്ടത് ബഫർ സൊല്യൂഷനും കോമൺ അയോൺ എഫക്റ്റും ആണ്. എന്തോ കോമൺ അയോൺ എഫക്റ്റ്? സപ്രഷൻ ഓഫ് ഡിസോസിയേഷൻ ഓഫ് എ വീക്ക് ഇലക്ട്രോലൈറ്റ് ബൈ ദ അഡീഷൻ ഓഫ് എ സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് ഹാവിംഗ് എ കോമൺ അയോൺ. ഓക്കെ ആണല്ലോ. കോമൺ അയോൺ എഫക്റ്റ് എന്തുവാണെന്ന് ഡിഫൈൻ ചെയ്യാൻ ചോദിക്കും. ആ കോമൺ അയോൺ എഫക്റ്റിന്റെ ആപ്ലിക്കേഷൻ ആയിട്ട് വരുന്നതാണ് ബഫർ സൊല്യൂഷൻ വിച്ച് റെസിസ്റ്റ് ചേഞ്ച് ഇൻ pH-നെ വിളിക്കുന്ന പേരാണ് ബഫർ സൊല്യൂഷൻ. 2 ടൈപ്പ് ബഫർ ഉണ്ട്. അസിഡിക് ബഫർ ഉണ്ട്, ബേസിക് ബഫർ ഉണ്ട്. വിത്ത് എക്സാമ്പിൾ പഠിച്ചോണം. പരീക്ഷയ്ക്ക് കിട്ടുന്നതാണ്. പഠിച്ചോണം. അടുത്തത് സോലബിലിറ്റി പ്രോഡക്റ്റും അതിന്റെ പ്രോബ്ലംസും ആണ്. ലാസ്റ്റ് പാർട്ട്, ഇക്വിലിബ്രിയത്തിന്റെ ലാസ്റ്റ് പാർട്ടിൽ വരുന്നതാണ് സോലബിലിറ്റി പ്രോഡക്റ്റ്, അതിന്റെ പ്രോബ്ലംസ്. അതൊന്ന് ചെയ്ത് പഠിക്കുക. അടുത്തത് ഹോമോജീനിയസ് ഇക്വിലിബ്രിയം, ഹെറ്ററോജീനിയസ് ഇക്വിലിബ്രിയം ആണ്. എടാ, റിയാക്ടന്റും പ്രോഡക്റ്റും ഒരേ ഫേസിലാണെങ്കിൽ ഹോമോജീനിയസ് ഇക്വിലിബ്രിയം, ഡിഫറന്റ് ഫേസിലാണെങ്കിൽ ഹെറ്ററോജീനിയസ് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് എഴുതാൻ പഠിപ്പിച്ചതാണ്. ഹെറ്ററോജീനിയസ് എഴുതുന്ന സമയത്ത് പക്ക സോളിഡ്, പ്യുവർ സോളിഡിന്റെയും അതേപോലെ പ്യുവർ ലിക്വിഡിന്റെയും നിങ്ങൾ എഴുതേണ്ട കാര്യം ഇല്ല. അതും മറക്കാൻ പാടില്ല. ഓക്കെ ആണേ. അടുത്തത് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റിന്റെ എന്തോ പഠിക്കണം പിള്ളേരെ? ആപ്ലിക്കേഷൻ ഒന്ന് പഠിക്കണം. ഇക്വിലിബ്രിയം കോൺസ്റ്റന്റിന്റെ ആപ്ലിക്കേഷൻ ഒന്ന് പഠിച്ചോണം കേട്ടോ. എന്തൊക്കെയാ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റിന്റെ ആപ്ലിക്കേഷൻ? എന്തൊക്കെയാ? വേഗം പറ. Q is equal to K ആണെങ്കിൽ വൺ വേർഡ് ആണ്. Q is equal to K ആണെങ്കിൽ എവിടെയാണ്? അറ്റ് ഇക്വിലിബ്രിയം ആണ്. Q ലെസ് ദാൻ K ആണെങ്കിൽ ഫോർവേഡ് റിയാക്ഷനെ ഫേവർ ചെയ്യാം. Q ഗ്രേറ്റർ ദാൻ K ആണെങ്കിൽ ബാക്ക്വേർഡ് റിയാക്ഷനെ ഫേവർ ചെയ്യും. ഇതെല്ലാം ഇക്വിലിബ്രിയം കോൺസ്റ്റന്റിന്റെ ആപ്ലിക്കേഷൻ ആണ്. അത് പഠിച്ചോണം കേട്ടോ. അതേപോലെ അവിടുന്ന് വേറൊരു സാധനം പറയാം. ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ഉണ്ട്. അതായത് നിങ്ങൾക്കൊരു റിയാക്ഷൻ തരും, എന്നിട്ട് ആ റിയാക്ഷനെ തിരിച്ചിട്ടാൽ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റിന് എന്ത് പറ്റുമെന്ന് ചോദിക്കും. ഒരു റിയാക്ഷൻ തന്നിട്ട് തിരിച്ചിട്ടാൽ ഈ പുതിയ റിയാക്ഷന്റെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് കാണാൻ എന്തോ വേണം? റെസിപ്രോക്കൽ എടുത്താൽ മതി. എന്നിട്ട് വേറെ ഒരു റിയാക്ഷൻ തരും. അപ്പൊ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റിനകത്ത് പഠിച്ചുകൊണ്ട് പോകേണ്ടത്, ഇപ്പോൾ ഒരു റിയാക്ഷൻ തരും, എന്നിട്ട് പറയും ആ റിയാക്ഷനെ റിവേഴ്സ് ചെയ്താൽ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റിന് എന്ത് പറ്റും? റിവേഴ്സ് ചെയ്താൽ പുതിയ റിയാക്ഷന്റെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് കിട്ടാൻ
റെസിപ്രോക്കൽ എടുത്താൽ മതി. അതേപോലെ ഒരു റിയാക്ഷൻ തന്നിട്ട് ആ റിയാക്ഷൻ ഏതെങ്കിലും ക്വാണ്ടിറ്റി വെച്ച് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ചോദിക്കും ആ കിട്ടുന്ന റിയാക്ഷന്റെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് കിട്ടാൻ എന്ത് ചെയ്യണമെന്ന്. പുതിയ റിയാക്ഷന്റെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് കിട്ടാൻ പഴയതിന്റെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് റേസ് ടു മൾട്ടിപ്ലൈ ചെയ്ത സംഖ്യ എടുത്താൽ മതി. അതേപോലെ രണ്ട് റിയാക്ഷൻ ആഡ് ചെയ്തിട്ട് പുതിയ റിയാക്ഷൻ കിട്ടിയാൽ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് കാണാൻ എന്ത് ചെയ്യണമെന്ന് ചോദിക്കും. ആഡ് ചെയ്താൽ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ആഡ് ചെയ്ത രണ്ട് റിയാക്ഷന്റെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് എന്ത് ചെയ്താൽ മതി, മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അതേപോലെ രണ്ട് ഇക്വേഷനെ മൈനസ് ചെയ്തിട്ട് പുതിയ റിയാക്ഷൻ കിട്ടിയാൽ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് കാണാൻ എന്ത് ചെയ്യണമെന്ന് തോന്നുന്നു ചോദിക്കാം, ഡിവൈഡ് ചെയ്താൽ മതി. അപ്പൊ അത് കൃത്യമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, പഠിക്കുക. ഇത്രയും ഇക്വിലിബ്രിയത്തിനകത്ത് നോക്കിക്കൊണ്ട് പോകുക. അപ്പൊ ഞാൻ ഈ പറഞ്ഞ രണ്ട് വീഡിയോസിനകത്ത് ഞാൻ പറഞ്ഞ ഇത്രയും കാര്യങ്ങൾ ഒന്ന് സെറ്റ് ചെയ്തുകൊണ്ട് ഒന്ന് പഠിച്ചുകൊണ്ട് പോകുക. ഡൗട്ട് ഉണ്ടെങ്കിൽ ഇതിനകത്ത് ഈ പറഞ്ഞ ഏതെങ്കിലും സാധനത്തിനകത്ത് ഡൗട്ട് ഉള്ളതുണ്ടെങ്കിൽ നമ്മുടെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിനകത്ത് ജോയിൻ ചെയ്താൽ മതി. ലിങ്ക് ഡിസ്ക്രിപ്ഷനകത്ത് കൊടുത്തേക്കാം. അതിനകത്ത് ഞാൻ നിങ്ങൾക്ക് അത് ക്ലിയർ ആയിട്ട് ചെയ്തുതരാം. ഇപ്പൊ നാളെ എക്സാം ആയതുകൊണ്ട് അത് എത്രത്തോളം പ്രാക്ടിക്കൽ ആയിട്ട് പോസിബിൾ ആകും എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. അറ്റ്ലീസ്റ്റ് ഇത്രയും സാധനങ്ങൾ വൃത്തിയായിട്ട് പഠിച്ചുകൊണ്ട് പോകുക. നന്നായിട്ട് എക്സാം എഴുതുക. ഓക്കെ മക്കളെ.